എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം, തന്ത വൈബിലേക്ക് സ്വാഗതം. ഞാനേ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. ഒരു 10:30-11 മണിയായിരുന്നു ഞാൻ എണീറ്റപ്പോ. ഇന്നലെ അർജന്റീന ഇംഗ്ലണ്ട് മാച്ചിലായിരുന്നു. അത് കണ്ട് പിന്നെ ഉറങ്ങിയപ്പം വൈകിയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോ ഞാന് ഈ മുടി വെട്ടാന്ന് കരുതിണ്ടായിരുന്നു. അപ്പൊ താടി ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കാന്ന് കരുതി കട്ട് ചെയ്ത് പാളി. ഇവിടെ പാളി. ഇത് ശരിക്കും കാണുന്നില്ലേ ഇവിടെ? എന്താ കാട്ടിയത് എനിക്കെന്നെ ഓർമ്മയില്ല. അപ്പോ ഇനിയിപ്പോ താടി ട്രിം ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ഞാന് കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് കരുതാണ്. ട്രിം ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതായിരിക്കും നല്ലത്. പണി പാളിപ്പോയതാ. അപ്പോ ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അവിടെ എത്തിയിട്ട് കാണാം, ഷോപ്പിലെത്തിയിട്ട് കാണാം. താടി ട്രിം ചെയ്യാൻ പോയതാണ്. എനിക്ക് എന്റെ കൂടെ മുടി വെട്ടാം. മുടിയും വെട്ടി മുടിയും വെട്ടി മുടിയും വെട്ടി മുടിയും വെട്ടി മുടിയും വെട്ടി. ഞാനിപ്പോ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ പോവാന്ന് വെച്ചിങ്ങനെ പോയി. അവിടുന്ന് ഒരു പേരക്ക വാങ്ങിയപ്പോ അതിന്റെ കൂടെ ഒരു സാധനം ഇതുകൂടി വാങ്ങി. ഇതെന്താ അറിയുക? എന്താ ഇതിന്റെ പേരെന്താ? സബർജിലി. ഇത് ഞാൻ കണ്ടപ്പോ അങ്ങോട്ട് വാങ്ങിപ്പോയതാണ്. എനിക്ക് ഇതിന്റെ പുറകിലൊരു കഥയുണ്ട്. ഇതൊരു ഫ്രൂട്ടല്ലേ എന്ന് ചോദിച്ചു. ആണ്, പക്ഷേ ഈ ഒരു 10, 13, 12 വയസ്സൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് സ്കൂളിൽ പോകുമ്പോ സ്കൂൾ വിട്ടിട്ട് എല്ലാവരും ഈ മിഠായും മറ്റേ കടിച്ചാപ്പൊട്ടിയും അതും ഇതൊക്കെ വാങ്ങും. അതിന്റെ കൂടെ ഇത് ഉണ്ടാവും. ഇതിങ്ങനെ ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ ഒരു സമയത്തേക്ക് ആ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ വരുന്ന ആ സമയത്ത്. അപ്പോ ഇത് കാണുമ്പോ ഇതാണ് നല്ല ടേസ്റ്റ്. അപ്പൊ ഇതിങ്ങനെ കഴിക്കണം എന്നുള്ള ആ സംഗതി ഉണ്ടാവും. കൂടിയ കൊതി ഉണ്ടല്ലോ, ആ കൊതി ഇങ്ങനെ തോന്നും. പക്ഷെ പൈസ ഉണ്ടാവില്ല. അപ്പൊ വാങ്ങി കഴിക്കാൻ കഴിയില്ല. അന്ന് ഞാൻ ഇങ്ങനെ കരുതി. അന്ന് നല്ല പല സാഹചര്യങ്ങളിലും ഈ ഹോം തിയേറ്ററിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇത് ഞാൻ കരുതും എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഫ്രണ്ട്സ് അവരൊക്കെ വാങ്ങി കഴിക്കും. പിന്നെ ഞാനത് ചോദിക്കൊന്നുമില്ല. ഞാനിങ്ങനെ കരുതും, എനിക്ക് വലുതാവുമ്പോ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോ വാങ്ങി കഴിക്കാലോ. അങ്ങനെ വലുതായിട്ട് കയ്യിൽ പൈസ ഉണ്ടായപ്പോ വാങ്ങിയതാണ് ഇപ്പത്. അയ്യോ, പക്ഷെ അന്ന് അതൊക്കെ ഒരു സങ്കടമായിരുന്നു എന്ന് പറഞ്ഞതാ. ആ ഓർമ്മയിൽ ഇത് കണ്ടപ്പോ എനിക്കത് ഓർമ്മ വന്നു. അങ്ങനെ വാങ്ങിയതാ. അല്ലാതെ ഇപ്പൊ എനിക്കിത് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ആ ഒരു സംഗതി ഇപ്പൊ ഉണ്ടാവണമെന്നില്ലല്ലോ. പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടങ്ങളൊക്കെ മാറും. ഇപ്പൊ മന്തി കണ്ടല്ലോ കഴിക്കാൻ പറ്റുക. അല്ല, ഞാൻ പറഞ്ഞതാട്ടോ. അപ്പൊ ഇത് കണ്ടപ്പം എനിക്ക് ആ സീനൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ വാങ്ങിയതാ.
ഉം, ഉം. അപ്പൊ അങ്ങനെയാണ്. ഇത് വീഡിയോ ഒന്നും ആയില്ലേ ഇന്ന്. വേറെ ഇപ്പൊ എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. ഞാൻ ഈ സമയമായാൽ ഈ ഏരിയയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഏരിയയിലൊന്നും പിന്നെ ആരും ഉണ്ടാവില്ല, കടകളിലുള്ളവരൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലും മരുന്ന് വാങ്ങാൻ വന്നാൽ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ ഇത് കഴിക്കട്ടെ, ഒറ്റയ്ക്കാവണ്ട. നല്ല വിശക്കുന്നുണ്ട്. ഞാൻ എണ്ണക്കടി കഴിക്കണ്ടെന്ന് എഴുതി വാങ്ങിയതാണ് ഇത്, പേരക്ക. ഒരു ചായയും ഒരു കടിയും കഴിച്ചാൽ എന്തായാലും 30 രൂപ ആവില്ലേ. അപ്പൊ ഞാൻ കരുതി 30 രൂപയ്ക്ക് ഇത് വാങ്ങാം. അപ്പൊ അങ്ങനെയാണ്. ഇന്ന് ഈ വീഡിയോയില് ഇതിപ്പോ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുമോ, 2 ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളത്തെ വീഡിയോസിലേക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തും. അല്ലെങ്കിൽ ഇത്രേ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലും വേണ്ടേ വീഡിയോ ഇടാൻ? പണിക്ക് പോവും, കിടന്നുറങ്ങും. പണിക്ക് അല്ല, ഇവിടെ വരും, അവിടെ പോയി ജിമ്മിൽ പോവും. ജിമ്മിലെ വീഡിയോസ് പിന്നെ എടുക്കാൻ എനിക്ക് മടിയായിട്ടാണ്. പിന്നെ വീട്ടിലെത്തി, പിന്നെ കിടന്നുറങ്ങാൻ 11:30 ആവും. 10, 10:30, 11 മണി, 12:30 ആവും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. അത് തന്നെയുള്ളൂ ഇപ്പൊ പരിപാടി. പകല് ആ കളി, ഇന്നൊക്കെ കളി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വൈകി എണീക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോ ചിലപ്പോ ഈ 10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും ഇന്നുണ്ടാവും കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം, അങ്ങനെയാണെങ്കിൽ. ഓക്കെ. സത്യത്തിലേ ഒരു ആദ്യത്തെ അബദ്ധം അങ്ങനെ പറ്റിയിരിക്കുകയാണ്. ഞാനിപ്പോ ഇന്ന് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും കളി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്നതും പിന്നെ അവിടെയുള്ള വീഡിയോസും പിന്നെ വരുന്ന വീഡിയോസും പിന്നെ വേറെ എന്തോന്നുകൂടി അതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ എടുക്കാൻ നോക്കിയപ്പോ കാണുന്നില്ല. അത് ഞാനിങ്ങനെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ ആവശ്യമില്ലാത്തത് എല്ലാം ഡിലീറ്റ് ചെയ്യുക, അതിന്റെ കൂടെ ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ അബദ്ധം പറ്റിയിരിക്കുകയാണ്. അപ്പൊ എന്തായി, ഇപ്പോ ഇടാൻ വീഡിയോ ഇല്ലാതായിപ്പോയി. ഞാനിപ്പോ ആ വീഡിയോ ഉള്ളത് കൊണ്ട് ഇന്നൊന്നും കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല, എന്നാലും ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നല്ലൊരു വീഡിയോ ചെയ്യുന്നത്. മുടി വെട്ടിട്ടേ അപ്പൊ അങ്ങനെയാണ്. ഇന്നാണെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇടാൻ. അപ്പൊ എന്തായാലും വേറെ സാധനം കാണിച്ചത്. എന്തായാലും ഇപ്പൊ ഒന്ന് വീഡിയോ, ആ വീഡിയോ ഡിലീറ്റ് ആയി പോയല്ലോ. അപ്പൊ ഈ വീഡിയോ ആണല്ലോ ഇടുന്നത്. അപ്പൊ ഇതിൽ ഞാൻ വേറെ കാര്യം കാണിച്ചു. വെയിറ്റ്.
വെച്ചിട്ട് ഇത് ഇത് ഞാൻ വരച്ചതാണ്. ലൈറ്റൊക്കെ ഉണ്ടോ? ലൈറ്റ് അങ്ങോട്ട് എനിക്ക് ഞാനത് തുടച്ചില്ലേ കൈ കഴുകായിട്ട് ഒരു സമാധാനമില്ല. ഇപ്പൊ വരെ കൈ കഴുകിത്തരാം. OCD ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊരു OCD ആണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇത് തൊട്ടുണ്ട്. കത്തൊന്നുമില്ലല്ലോ, ഇട്ടിട്ടില്ല. കാണുന്നില്ലേ? ഇത് കാണാണെങ്കിൽ നല്ലത്. കാണുന്നത് ചെയ്യാ കണ്ട ഇതെങ്ങനെയുണ്ട്? കുറച്ച് ലൈറ്റ് കൂട്ടല്ലേ? കാണാത്തത് കാണുന്നത് ഓക്കെ അല്ലേ? ഇതാണ് മൂടുണ്ടോന്നോ? അപ്പൊ ഇനി ഇതെന്താന്ന് പറയാം. ഇതുണ്ടല്ലോ, ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഇത് ലൈറ്റ് ഇട്ടാ നല്ല വെളിച്ചുണ്ടാവില്ലേ? ഞാൻ ഇനി മുന്നോട്ട് വെക്കാം. വെളിച്ചക്കുറവുള്ളത് പോലെ ഉണ്ടല്ലേ? എന്നാ വേറെ വഴിയുണ്ട്. എന്താണ് ഇത്? ലൈറ്റ് കുറച്ചിട്ടല്ലേ കുറവ്? റെഡിയില്ലേ? അപ്പോ അതെന്താന്നറിയാം, ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം ഞാന് മറ്റേ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ന്യൂ ഇയറും ക്രിസ്മസും അങ്ങനെ ആ നറുക്കിട്ടിട്ട് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും. അപ്പൊ അതിൽ എന്നെ കിട്ടിയ ആള് എനിക്ക് എന്താ പേസ് ഇവിടെ ഉണ്ട്. ആഴ്ച എന്താ ഈ പേസും പിന്നെ ഈ ടൈമറിന്റെ ഒരു സംഭവല്ലേ, ഒരു ടൈമർ, ഒരു പൊടി ഇങ്ങനെ താഴോട്ട് വന്നിട്ട് എന്തായാലും പറയാ, അത് മതി. അത് ചെറുത് ഇത്ര അയ്യാൻ പിന്നെ എടുത്തില്ല. അത് നമ്മൾക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാല് അതെനിക്ക് എനിക്കെന്താ അറിയാ, സംഭവം എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു ഇൻസൾട്ട് ചെയ്തപ്പോ അങ്ങനെന്തോ തോന്നി. പക്ഷെ തരുന്ന കാര്യത്തിലെല്ലാം അറിയാം, എന്നാലും ഇഷ്ടം
ഇഷ്ടത്തോടെ തരികയാണെങ്കിൽ കുഴപ്പമില്ല. അതങ്ങനെയല്ല, എന്തോ കടമ നിറവേറ്റാൻ വേണ്ടി തന്ന പോലൊക്കെ എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നിയല്ല, ഞാനത് പിന്നെ എനിക്ക് തോന്നിയതല്ല പ്രധാനം. ഞാനത് തോന്നി, എനിക്ക് ഈ ചടങ്ങുകളൊന്നും ഒന്നാമത് താല്പര്യമില്ല. ഈ ന്യൂ ഇയർ ഫ്രണ്ട് അത് ഇത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒരു പ്രഹസനങ്ങൾ. എന്നിട്ട് ഇത്ര ക്യാഷിന് പർച്ചേസ് ചെയ്യണം, കൊടുക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ നിയമങ്ങൾ വെക്കുക, ആ പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, എനിക്കത് കിട്ടി. അപ്പോ എന്റെ കൂടെയുള്ള ബാക്കി എല്ലാവർക്കും അത് വിഷമായി. അങ്ങനെ അവര് 4-5 ആൾക്കാർ കൂടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ മുമ്പേ പറഞ്ഞിട്ട്, എന്നാ എനിക്കൊരു ഫോട്ടോ ഫ്രെയിം വാങ്ങി തന്നാൽ മതി. അത് ആ ഓർമ്മയിൽ അവര് 4-5 ആള് കൂടിയിട്ട് എനിക്ക് ഈ ഫ്രെയിം വാങ്ങി തന്നു. ഫ്രെയിം വാങ്ങി തന്നപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിലൊരു ചിത്രം വരച്ചിട്ട് ഇത് വെച്ചു. പിന്നെ ഈ പാദസരം ഇവിടെ കാണല്ലേ, ഈ പാദസരം ഒറിജിനലാണ്. അത് ഞാൻ അതില് ഉൾപ്പെടുത്തി. അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ പാദസരം ഞാൻ പൊക്കി തരാൻ പറഞ്ഞിട്ട് ഞാൻ അതിട്ടതാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആർക്കെങ്കിലും ചിത്രമൊക്കെ വരയ്ക്കണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വരച്ചരാം. എനിക്ക് വരയ്ക്കാമെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ വരയ്ക്കാമെന്ന് അറിയില്ല. ഇത് ഞാൻ നോക്കി വരച്ചതാണ്. ഓക്കെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതതുകൊണ്ട് എനിക്ക് ഒരു സ്പെഷ്യൽ ഫോട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഇത് ഞാൻ രാത്രി 12 മണിക്ക് എടുക്കുന്ന വീഡിയോ. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.